അസ്സലാമു അലൈക്കും. ഇസ്ലാമിക് സ്പീച്ച് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുള്ള ദിക്റുകളും സ്വലാത്തുകളും ഒക്കെയാണ് നമ്മൾ ഈ ചാനലിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടൊന്നുള്ളതല്ല കേട്ടോ. അപ്പോൾ എനിക്കറിയുന്നത് നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാവും, മകന് കല്യാണം ശരിയായിട്ടില്ല, മകൾക്ക് കല്യാണം ശരിയായിട്ടില്ല, ഒരുപാട് ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞ്, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആഡായി മാട്രിമോണി, ഇപ്പോൾ മുസ്ലിം യൂത്ത് ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്ത് നേരം വെളുത്ത് വൈകുന്നേരം ആവോളം ഇങ്ങനെ നോക്കിയിട്ടും എങ്ങനെ നോക്കിയിട്ട് ശരിയാവണില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, കുറേ ഉമ്മമാരും താത്തമാരും. അപ്പോൾ അവർക്കൊരു ആശ്വാസമായിട്ടോ എനിക്കറിയുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കുറേ പേർക്ക് ഇന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. 313, അതായത് ബദരീങ്ങളെ പേരിൽ 313 യാസീൻ നിങ്ങൾ നേർച്ച വെക്കുക. നേർച്ച വെക്കുന്ന മുന്നായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിപ്പോൾ നമ്മൾ ളുഹ നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ നിസ്കാരത്തിന് ശേഷം നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് നിങ്ങൾ നെയ്യത്ത് വെച്ചാൽ മതി. എനിക്ക് ഇന്ന കാര്യം എനിക്ക് സാധിച്ചു തരണം റബ്ബേ, എനിക്കിത് ഓതി തീരുമ്പോഴേക്ക് എൻ്റെ ആ കാര്യം റബ്ബ് സാധിച്ചു തരണം എന്ന് മനസ്സിൽ വെച്ചിട്ട് 313 പ്രാവശ്യം ബദരീങ്ങൾ പേരിൽ യാസീൻ നേർച്ച വെക്കുക. അത് നിങ്ങൾ എങ്ങനെ ഓതുന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ഓതാൻ പറ്റുമോ അത്ര നോക്കിയിട്ട് ഓതട്ടോ, കാണാതെ ഓതരുത്. അപ്പോൾ നമ്മളെ മൈൻഡൊക്കെ വേറെ ഇതിലേക്കാവും. നോക്കിയിട്ട് ഓതുമ്പോൾ അതൊരു റാത്താണ്. അപ്പോൾ കിബിലയ്ക്ക് തിരിഞ്ഞിരുന്നിട്ട് 313 യാസീൻ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഓരോ ദിവസം ഒന്നേ പറ്റൂ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഓതാം. അപ്പോൾ 313 ദിവസം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ എണ്ണം കൂട്ടി ഇടാൻ വേണ്ടിയിട്ട് നോക്കുക ഓരോ ദിവസം. അപ്പോൾ അങ്ങനെ ഓതിയ 313 പ്രാവശ്യം യാസീൻ ഓതുക. ഓതി കഴിയുമ്പോഴേക്ക് പടച്ച റബ്ബ് നിങ്ങളെ ഹലാലായ ഉദ്ദേശം അള്ളാഹ് നിറവേറ്റി തരിക തന്നെ ചെയ്യും. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിത് ചെയ്യുന്ന മുന്നായിട്ട് നിങ്ങൾ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് അയൽവാസികളോട്, കുടുംബത്തിൽ ആരോടെങ്കിലൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. നമ്മൾ സ്വയം ഒന്ന് ശുദ്ധിയാവുക. എന്നിട്ട് റബ്ബിനോട് ചോദിക്കുക. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് നമ്മളെ ചോദ്യത്തിന് പഠിച്ച റബ്ബ് നല്ലൊരു ഉത്തരം തന്നെ നൽകും. നിങ്ങളങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നടന്ന് കിട്ടുകയാണെങ്കിൽ എനിക്കിന്ന് കമൻറ്റിലൊന്ന് അറിയിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് മറ്റൊരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.